ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഓണമാണ്. 2024 നമ്മുടെ പുതിയ ഓണവും അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാ തവണത്തെയും പോലെ തന്നെ രാവിലെ കുളിച്ച് അമ്പലത്തിലും പോയി തിരിച്ച് വീട്ടിൽ വന്ന് ഞാനും അത്താനും മക്കളും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ നിന്ന് നേരെ കുടുംബ വീട്ടിലേക്ക് പോകും. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. തിരുവോണത്തിൻ്റെ അന്ന് സദ്യ അത്താൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്നാണ് സദ്യ കഴിക്കുന്നത്. അവിടെ ഞങ്ങൾ മക്കളും മരുമക്കളും കുട്ടീസും അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്നാണ് സദ്യ കഴിക്കുന്നത്. കുടുംബ വീട്ടിലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കരമന വീട്ടിലേക്ക് പോകും. കരമന വീട് എൻ്റെ വീടാണ്. കണ്ടില്ലേ, സദ്യ ഒരുക്കിയവർ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന് സദ്യ കഴിക്കാനായിട്ടിരുന്നു. കഴിഞ്ഞ തവണ അനിയൻ നാട്ടിലില്ലായിരുന്നു, ഇത്തവണ അവനും ഉണ്ട്. അപ്പനും അമ്മയും എല്ലാ വർഷവും ഇതുപോലെ ഒരു ഉരുള ചോറ് എല്ലാവർക്കും വാരി കൊടുക്കും. അത്താനും എനിക്കും കിച്ചുവിനും മക്കൾക്കും എല്ലാവർക്കും ഒരു ഉരുള ചോറ് വാരി കൊടുക്കാറുണ്ട്. ഇത്തവണയും എല്ലാവർക്കും അപ്പനും അമ്മയും ചോറ് വാരി കൊടുത്തു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത നല്ല നല്ല നിമിഷങ്ങൾ. നമ്മുടെ മക്കൾ ഇത് കണ്ട് വളരുന്നതല്ലേ, അവർ നന്നായി വളരട്ടെ. തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിൻ്റെ അന്ന് നമ്മളെല്ലാവരും കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി തന്നെ കുമാരകോവിലും മണ്ടക്കാടും ഒക്കെ കയറണമെന്ന് പ്ലാൻ ചെയ്താണ് പോകുന്നത്. പക്ഷേ കുമാരകോവിലെത്തിയപ്പോൾ തന്നെ ലേറ്റായി. നല്ല വെയിലായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് ക്യൂ നിന്ന് കയറുന്നത് ഇതാദ്യമായിട്ടാണ്. അത്ര നല്ല തിരക്കായിരുന്നു. ഒരു 3-4 വരിയായിട്ടാണ് പോകുന്നത്. ലൈൻ വളഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു.
നമ്മൾ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോവിലിൽ കയറി തൊഴുത് മടങ്ങി തിരിച്ച് പാർക്കിങ്ങിൽ വന്നിട്ട് അവിടെ ഒരു ചെറിയ മണ്ഡപം പോലെ ഉണ്ടായിരുന്നു. അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സമയം ഒത്തിരി വൈകി, പ്രതീക്ഷിച്ചതിലും ലേറ്റായിപ്പോയി. അതുകൊണ്ട് മണ്ടക്കാട് പോകാനുള്ള പ്ലാൻ അവസാനിപ്പിച്ചു. നേരെ കന്യാകുമാരിയിലേക്ക് വണ്ടി വിട്ടു. അവിടെയും നല്ല തിരക്ക് തന്നെയായിരുന്നു. പാർക്കിംഗ് എങ്ങനെയെങ്കിലും കഷ്ടിച്ച് എവിടെയോ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഏതാ സ്ഥലമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നാണ് ബീച്ച് സൈഡിലേക്ക് പോയത്. മക്കൾക്ക് 2 പേർക്കും വിവേകാനന്ദ പാറയിൽ പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുള്ള ക്യൂ തന്നെ ഒരു 2-3 കിലോമീറ്ററോളം നീണ്ടു കിടക്കുകയായിരുന്നു. അത്ര നേരം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന യാത്ര മാറ്റിവെച്ചു. പിന്നൊരിക്കൽ വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് പിന്നെ നമ്മൾ പോയി അവിടുത്തെ അമ്പലത്തിനടുത്ത് തന്നെ ആയിട്ട് ഒരു റൂമൊക്കെ എടുത്തു. റൂം എടുത്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. അവിടെ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവന്നത് കൊണ്ട് ആ ഫുഡ് റൂമിൽ കൊണ്ടുപോയി കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എല്ലാം എടുത്ത് ഡ്രസ്സെല്ലാം മാറ്റി വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ വന്നു. അവിടെ അസ്തമയവും കാണാം. മക്കളുമായിട്ട് കുറച്ച് നേരം കടലിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വെള്ളം വലിയ തിരയില്ലാത്തത് കൊണ്ട് തന്നെ മക്കൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്നാലും അത്താനും അപ്പനും എല്ലാവരും ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് നിന്നു. ആദ്യക്കുട്ടിക്ക് ഞാൻ പിടിക്കുന്നതിലും നല്ല കംഫർട്ടായിരുന്നു അത്താൻ നമ്മളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിൽ. ഒത്തിരി നേരം നമ്മൾ കടലിൽ കളിച്ചു. ലാസ്റ്റ് അസ്തമയമെല്ലാം കണ്ടിട്ട് നേരെ റൂമിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു, കുളിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് തിരുപ്പതിയിലാണ്. കന്യാകുമാരിക്ക് തൊട്ടടുത്ത് തന്നെയാണ് തമിഴ്നാട്ടിലുള്ളൊരു തിരുപ്പതി ഉണ്ട്. അവിടെ തന്നെയാണ് പോയത്. മിക്കവർക്കും അറിയായിരിക്കും, തൊട്ടടുത്ത് തന്നെയാണ്. 1-2 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അവിടെ പോയി. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പറഞ്ഞു കേട്ടതിലും മനോഹരമായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റെല്ലാം ഇട്ട് നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ. 8:30 അവിടെ നട അടയ്ക്കും. നമ്മളവിടെ എത്തിയപ്പോൾ 8 മണിയായി. പെട്ടെന്ന് തന്നെ കയറി തൊഴുതു. 8:30 ഭഗവാനെ ഉറക്കുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടായിരുന്നു. ഭഗവാനെ ഉറക്കുന്ന സമയത്ത് നമുക്കവിടെ നിൽക്കാൻ പറ്റി. അമ്പലത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലെടുത്തു. കുറച്ച് ഫോട്ടോസും അവിടെ നിന്നൊക്കെ എടുത്തു. തിരിച്ച് റൂമിലേക്ക് മടങ്ങും വഴി ഫുഡ് കഴിച്ചു. രാവിലെ എല്ലാവരും ഉദയം കാണാൻ വേണ്ടി 5:30 മണിക്ക് തന്നെ ബീച്ച് സൈഡിൽ നിൽക്കുമായിരുന്നു. നമ്മളും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ലാണ്ട് ഭയങ്കര തിരക്കിലായിരുന്നു. ഒരു 6-6:15 ആയപ്പോഴേക്കും സൂര്യൻ മെല്ലെ ഉദിച്ചു തുടങ്ങിയിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു.
നമ്മുടെ ഓണം ഇങ്ങനെയായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.